ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ സംഭവമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ചെമ്പ് പുറത്തു വരുമോ എന്നാണ് ജനങ്ങളിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം യഥാർത്ഥ കുറ്റവാളിയുടെ പിറകെയുമാണ്. തട്ടിപ്പിന് പിന്നിൽ യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ലഭിച്ചത് ആർക്കെന്നാണ് ജനമിപ്പോൾ ഉറ്റുനോക്കുന്നത്. കേവലം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച കാരണമാണോ സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത്? 1998 വിജയ് മല്യയുടെ നേതൃത്വത്തിൽ 30.3 കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ ഭാഗങ്ങൾ എന്തിനാണ് 2019 വീണ്ടും സ്വർണം പൊതിയുവാനായി കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് സ്പോൺസറായി കൊണ്ടുവന്നത്? സന്ദീപ് വാര്യരടക്കം പലരും ഇന്ന് ഇരുമ്പഴിക്കുള്ളിലുമാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത്? ഉദ്യോഗസ്ഥ തലത്തിലും ബാഹ്യശക്തികൾക്കും ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനവും. ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് തന്നെ വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ദേവസ്വം ഇന്റലിജൻസ് നൽകുന്ന വിവരം. കുറ്റവാളികൾ എത്ര വലിയവരായാലും ഉടൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രി പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പ്രചരിച്ചതോടെ മന്ത്രി വാസവനും പോറ്റിയെ അറിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശബരിമലയുടെ പ്രശസ്തി ലോകം മുഴുവൻ അറിയിക്കുവാനായി നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വൻ തിരിച്ചടിയായോ എന്നാണ് സർക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. കഴിഞ്ഞ മാസം 20 പമ്പയിലായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത്. BJPയും കോൺഗ്രസും അയ്യപ്പ സംഘത്തിന് എതിരുമായിരുന്നു. മുഖ്യ അതിഥിയായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനായിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹവും അയ്യപ്പ സംഗമത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 2019 സ്വർണം പൊതിയുവാനായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന് വീണ്ടും സ്വർണം പൂശാൻ നിർദ്ദേശിച്ചതും ചെന്നൈയിലെത്തിച്ചതും സംശയത്തിന് മൂർച്ചയേകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചെന്നൈയിൽ സ്വർണം പൂശാൻ പമ്പയിൽ നിന്നും പോയവർ ആരൊക്കെ? നിർദ്ദേശം നൽകിയവർ ആര് എന്ന ചോദ്യവും പ്രസക്തി ഏറുന്നവയാണ്. ചുരുക്കത്തിൽ 2 ദിവസമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം തുടരുന്ന ശബരിമല വിഷയം ഒരു തീപ്പന്തം പോലെ കേരളത്തിന്റെ അഭിമാനത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികൾ ഇനിയും വെളിച്ചത്തു വന്നില്ല എങ്കിൽ കേരളം തലകുനിക്കേണ്ടി വരുന്നത് ആരുടെയൊക്കെ മുന്നിലാണെന്ന് രാഷ്ട്രീയക്കാർ തന്നെ തീരുമാനിക്കട്ടെ.